നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ചാപ്റ്റർ 1 ആയിട്ടുള്ള മെറ്റേണിറ്റിയിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൗ ഡിഡ് ദ അർമേനിയൻ റെഫ്യൂജീസ് സെറ്റിൽ? എങ്ങനെയായിരുന്നു അർമേനിയൻ റെഫ്യൂജീസ് സെറ്റിൽ ചെയ്തിരുന്നത്? അപ്പോൾ ആൻസർ എന്താ? ദേ സെറ്റിൽ ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവർ സെറ്റിൽ ചെയ്യാൻ നോക്കി. ദ റിച്ചസ്റ്റ് അണ്ടർ ദ ടെൻറ്റ്സ്. അപ്പം അതിനകത്ത് തന്നെ കൂട്ടത്തിൽ പൈസ ഉള്ള ആൾക്കാർക്ക് ടെൻറ്റ് കെട്ടാനുള്ള തുണിയൊക്കെ ഉണ്ടായിരുന്നു. ദി അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ്. മറ്റുള്ളവരോ ആകെ തകർന്ന് തരിപ്പണമായിട്ടുള്ള ഷെഡുകളിലായിരുന്നു. ദ അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ് ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് വെർ ഷെൽട്ടേർഡ് അണ്ടർ കാർപ്പറ്റ്സ് ഹെൽഡ് അപ്പ് അറ്റ് ദ ഫോർ കോർണേഴ്സ് ബൈ സ്റ്റിക്സ്. മറ്റുള്ളവർ എന്ത് ചെയ്തു? 4 സ്റ്റിക്കുകൾ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ കുത്തി വെച്ചിട്ട് അയമൽ കിടന്നു അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ദ റെഫ്യൂജീസ് ഇൻ ദ ക്യാമ്പ്. അപ്പം റെഫ്യൂജീസിൻ്റെ ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്താ? ദ മെൻ ഫൗണ്ട് ഓഡ് ജോബ്സ് ആൻഡ് സോ ദാറ്റ് ദേ ആൻഡ് ദെയർ ഫാമിലീസ് ഹാഡ് സംതിങ് ടു ഈറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു പണി ആര് കണ്ടുപിടിച്ചു? ആണുങ്ങൾ പോയി കണ്ടുപിടിച്ചു. അപ്പോൾ അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ തിന്നാൻ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന കാര്യം. യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3, വൈ കുഡൻറ്റ് മിക്കാലി ഏൺ ഈവൻ എ പെനി? എന്തുകൊണ്ടാണ് മിക്കാലിക്ക് ഒരു പൈസ പോലും ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നത്? എന്തായിരുന്നു കാരണം? കുഞ്ഞുണ്ടായിരുന്നു അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ മിക്കാലി കുഡൻറ്റ് ലുക്ക് ഫോർ വർക്ക് ബിക്കോസ് ഹി ഹാഡ് വിത്ത് ഹിം ഹിസ് ന്യൂ ബോൺ ബ്രദർ. അപ്പോൾ ഒരു ന്യൂ ബോൺ ബ്രദർ ബേബി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്? ഇങ്ങനെ ഒന്നും പോയി തിരഞ്ഞു കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റാഞ്ഞത്. ആൻഡ് ഹിസ് മദർ ഹാഡ് ഡൈഡ് അറ്റ് ചൈൽഡ് ബർത്ത്. അവൻ്റെ അമ്മ കുഞ്ഞിലെ തന്നെ, ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചു പോയിരുന്നു. സോ ദാറ്റ്സ് വൈ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4, വൈ വാസ് ഹി ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെലോ അർമേനിയൻസ്? എന്തുകൊണ്ടാണ് മിക്കാലിയെ മറ്റുള്ള അർമേനിയക്കാർ അവനെ ചേസ് ചെയ്തത്? ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ വേട്ടയാടുക അല്ലെങ്കിൽ തല്ലി ഓടിക്കുക അല്ലേ. എന്തായിരുന്നു ആൻസർ? ഹി വാസ് ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെലോ അർമേനിയൻസ് ബിക്കോസ് ദേ വർ അൺഏബിൾ ടു ബിയർ ദ കണ്ടിന്യൂസ് ഡിസ്റ്റർബിംഗ് ക്രൈസ് ഓഫ് ദി ന്യൂ ബോൺ ബേബി. അതായത് ന്യൂ ബോൺ ബേബിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്റ്റർബ് ചെയ്ത് ശല്യപ്പെടുത്തുന്ന കരച്ചിൽ കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഇവനെ ഓടിച്ചു വിട്ടത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5, മിക്കാലി വാണ്ടേർഡ് ലൈക്ക് എ ലോസ്റ്റ് സോൾ. കമൻറ്റ് ഓൺ ദ കമ്പാരിസൺ. മിക്കാലി എന്ത് ചെയ്തു? ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ, ആരും നോക്കാനില്ലാത്തൊരു അനാഥപ്രേതത്തെ പോലെ നടന്നു. എന്താണ് നിങ്ങളുടെ ഈ ഒരു കമ്പാരിസണിലുള്ള നിങ്ങളുടെ കമൻറ്റ് എന്താണ്? നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. എന്നുവെച്ചാൽ മിക്കാലി അങ്ങനെ ഒരു ഒന്നുമില്ലാതെ അങ്ങനെ നടന്നു എന്ന് ആണ് പറയാം. ലോസ്റ്റ് സോൾ എന്നൊരു പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. കമൻറ്റ് ഓൺ ദ കമ്പാരിസൺ. ഇങ്ങനൊരു താരതമ്യം കറക്റ്റാണോ? അപ്പോൾ എന്താ? മിക്കാലി വാണ്ടേർഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി ഹെൽപ്പ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം എനിവൺ. ആരുടെ അടുത്തൊന്നും ഒരു പ്രൊട്ടക്ഷനോ സഹായമോ അവന് കിട്ടിയില്ല. സോ ഹി വാസ് ലൈക്ക് എ ലോസ്റ്റ് സോൾ. ആസ് എ ലോസ്റ്റ് സോൾ വാണ്ടേഴ്സ് അറൗണ്ട് ലുക്കിംഗ് ഫോർ പീസ് ആൻഡ് റെസ്റ്റ്, മിക്കാലി ടു വാസ് വാണ്ടറിങ്. സാധാരണ ഇങ്ങനെ അനാഥരായിട്ട് ഇങ്ങനെ നടക്കുന്ന എല്ലാം ലോസ്റ്റ് സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ട ആളുകൾ എന്താ ചെയ്യുക? ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിയും അല്ലേ. അത് തന്നെയാണ് മിക്കാലിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ ആപ്റ്റാണ് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, വൈ ഡിഡ് ദ റെഫ്യൂജീസ് വിഷ് ദാറ്റ് ദ ചൈൽഡ് വുഡ് ഡൈ? എന്തുകൊണ്ടാണ് റെഫ്യൂജീസ് എല്ലാവരും, അഭയാർത്ഥികളൊക്കെ വിചാരിച്ചത് ഈ കുഞ്ഞൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണ്? The refugees listened to the cries of the baby with irritation. എന്താ കാരണം? റെഫ്യൂജീസ് കുഞ്ഞിൻ്റെ കരച്ചിൽ എന്തായിട്ടാണ് കേട്ടത്? ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് കേട്ടത് അല്ലേ. ദേ ഓൾ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദെയർ ഓൺ. അവർക്ക് അവരുടേതായിട്ടുള്ള ട്രബിൾസ് തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ആൻഡ് ദേ ഓൾ വാണ്ടഡ് ഇറ്റ് ടു ഡൈ ആൻഡ് ഗിവ് ദം ദെയർ പീസ്. അപ്പോൾ ഇവ ഒന്ന് മരിച്ചു കിട്ടിയാൽ സമാധാനം കിട്ടുമല്ലോ എന്ന് അവർ വിചാരിച്ചു. ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7, നോട്ടീസ് ഹൗ ദ വിമൻ ബിഹേവ്ഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിയർ ആറ്റിറ്റ്യൂഡ്? അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവരുടെ ഈ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒന്നിനോടുള്ള അവരുടെ ഒരു ഈ ഒരു മനോഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ എന്താ നമ്മൾ എഴുതുക? നോ വിമൻ ഇൻ ദ ക്യാമ്പ് കെയിം ഫോർവേഡ് ടു ഹെൽപ്പ് ആൻഡ് പ്രൊട്ടക്ട് ദ ചൈൽഡ്. ഒരു പെണ്ണും ഈ ഒരു ക്യാമ്പിൽ നിന്ന് ഇവനെ സഹായിക്കുവാൻ വേണ്ടി വന്നില്ല. ഇറ്റ് ഈസ് വെരി സാഡനിങ് ആൻഡ് ഷെയിംഫുൾ ഓഫ് ദം ടു ബിഹേവ് ഇൻ ദാറ്റ് ഇൻഹ്യൂമൻ മാനർ. ഇത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ ഇവർ പെരുമാറുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. യെസ്, എക്സാക്ട്ലി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, what made Mikhali go to the camp of the Anatolians?
എന്തുകൊണ്ടാണ് മിക്കാലി അനാറ്റോളിയൻ ക്യാമ്പിലേക്ക് പോയത്? അപ്പം ആൻസർ എന്താ? മിക്കാലി ഹാഡ് ബീൻ ടോൾഡ് ദാറ്റ് ദർ വാസ് എ നഴ്സിംഗ് മദർ ദർ ഹു മൈറ്റ് ടേക്ക് പിറ്റി ഓൺ ഹിസ് ബേബി. സോ വിത്ത് ഫുൾ ഓഫ് ഹോപ്പ് ദർ ഹി വെൻ ദർ എന്ന് വെച്ചാൽ അവിടെ ഒരു ആയ അല്ലേ, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ആളുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്, നഴ്സിംഗ് മദർ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാ പ്രതീക്ഷയോടും കൂടി അവൻ എന്ത് ചെയ്തു? അവിടേക്ക് പോയി അല്ലേ. Then question number 9. Mikali did not stop when the old women rose to ask him what he wanted because എന്താണ്, അതായത് മിക്കാലി എന്ത് ചെയ്തില്ല? ഡിഡ് നോട്ട് സ്റ്റോപ്പ് വെൻ ദ ഓൾഡ് വിമൻ റോസ് ടു ആസ്ക് ഹിം വാട്ട് ഹി വാണ്ടഡ് ബിക്കോസ് എന്താണ് വേണ്ടത് എന്ന് അവിടെയുള്ള പെണ്ണുങ്ങൾ ഓൾഡ് വുമണൊക്കെ ചോദിച്ചു അല്ലേ. എന്താ എന്തിനാ അവിടെ വന്നേന്ന് അനാറ്റോളിയൻ ക്യാമ്പിൽ നിന്ന് കുറേ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് ചോദിച്ചില്ലേ. പക്ഷെ മിക്കാലി ഒന്നും പറഞ്ഞില്ല. എന്തായിരിക്കും കാരണം? He was very tired. He heard the wailing of the infant. He wanted to see the nursing mother. He didn't like the women. അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളോട്, ഏതതിൽ എഴുതുക? ഹി വാസ് വെരി ടയർഡ്, അവൻ വളരെ ക്ഷീണിതനായതുകൊണ്ട്. രണ്ടാമത്തെ എന്താ? ഹി ഹേർഡ് ദ വെയിലിംഗ് ഓഫ് ദ ഇൻഫൻറ്റ്, ആ കൊച്ചു കരയുന്നത് കേട്ട് അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നിൽക്കുമായിരുന്നു. അത് കാരണം അവർ ചോദിച്ചത് അവൻ കേട്ടിട്ടില്ല. ഹി വാണ്ടഡ് ടു സീ ദ നഴ്സിംഗ് മദർ, അവന് നഴ്സിംഗ് മദറിനെയാണ് കാണേണ്ടിയിരുന്നത്. ആൻഡ് ഹി ഡിഡൻറ്റ് ലൈക്ക് ദ വിമൻ, ആ പെണ്ണുങ്ങളെ ഒന്നും അവന് ഇഷ്ടമായില്ല. എന്തായിരിക്കും ആൻസർ? യെസ്, ഹി വാണ്ടഡ് ടു സീ ദ നഴ്സിംഗ് മദർ. പെട്ടെന്ന് തന്നെ നഴ്സിംഗ് മദറിനെ ഒന്ന് കണ്ടു കിട്ടിയായിരുന്നെങ്കിൽ എന്നാണ് എന്ത് ചെയ്തത്? അവൻ ആഗ്രഹിച്ചത് അല്ലേ. സോ സി ഈസ് ദി ആൻസർ. വെരി ഗുഡ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10. വൈ വാസ് മിക്കാലി ഹാപ്പി? എന്തുകൊണ്ടായിരുന്നു മിക്കാലി ഹാപ്പി ആയത്? എങ്ങനെയാണ് മിക്കാലി ഹാപ്പി ആയത്? എപ്പോൾ? നഴ്സിംഗ് മദറിനെ കണ്ട സമയത്തത് ഹാപ്പി ആട്ടോ ചോദിച്ചത്, ലാസ്റ്റത്തെ ഹാപ്പി അല്ല കേട്ടോ. അപ്പോൾ എഴുതിക്കോളൂ. സോറി. അറ്റ് മിക്കാലീസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൻ അപ്പിയേർഡ്. അപ്പോൾ മിക്കാലിയുടെ അടുത്തേക്ക് എന്താണ്? ഒരു നല്ല ലവ്ലി, നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു ഡാർക്ക് വുമൺ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ്. ആൻഡ് ഷീ ഹെൽഡ് ഇൻ ഹർ ആംസ് ആൻ ഇൻഫൻറ്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ്. അപ്പോഴെന്താ? അവളുടെ ഒരു കയ്യിൽ ആരുണ്ടായിരുന്നു? കുഞ്ഞ് ഇങ്ങനെ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഐസ് വർ ഹാഫ് ക്ലോസ്ഡ്. ആ കുഞ്ഞിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കണ്ണ് പാതി അടഞ്ഞുറങ്ങുകയായിരുന്നു. And she asked if she could see the kid and inquired whether it was a boy or a girl. On hearing this, Mikali was happy. അപ്പോൾ അവൾ ചോദിച്ചു, ആണാണോ പെണ്ണാണോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിക്കാലിക്ക് ഭയങ്കര പ്രതീക്ഷയായില്ലേ. ദാറ്റ്സ് വൈ ഹി വാസ് വെരി ഹാപ്പി. അതുകൊണ്ടാണ് അവൻ ഭയങ്കര ഹാപ്പി ആയത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 11. വൈ ഡിഡ് ദ വിമൻ ഗിവ് വെന്റ് ടു ക്രൈസ് ഓഫ് ഹൊറർ? എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ പേടിച്ചരണ്ട് കരഞ്ഞത്? അപ്പം ആൻസർ എന്താ? ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. കാരണം എന്താ? ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും ആ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ദ ഹെഡ് ഹാഡ് ബിക്കം എനോർമസ് ആൻഡ് ദ ബോഡി വാസ് ഓൾ ഷ്രിവ്ൽഡ് അപ്പ്. As until then it had sucked only its thumb, it was all swollen. So the women gave vent to ക്രൈസ് ഓഫ് ഹൊറർ. അപ്പോൾ അവൻ്റെ അവൻ്റെ തല എന്ന് പറയുന്നത് ഇറ്റ് വാസ് എനോർമസ്, വലിയ തല, എന്നാൽ കൈയും കാലുകളും ശോഷിച്ച് അല്ലേ, അങ്ങനെ വിരലൊക്കെ ആകെ വിരൽ ഇമ്പി അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്വള്ളനായിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 12. വൈ ഡിഡ് ഹി ഫീൽ ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്? എന്തുകൊണ്ടാണ് അവന് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി ആകെ എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു കാരണം? ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മിക്കാലി ടു ഗെറ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. കാരണം മിക്കാലിക്ക് ഒരു ഫുഡും കിട്ടിയില്ല, ഷെൽട്ടറും അഭയവും ആരും കൊടുത്തില്ല. ഹി വാസ് ഹെൽപ്ലെസ് ആൻഡ് ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് മിസറി. അവനെന്ന് പറയുന്നത് ആകെ നിസ്സഹായ അവസ്ഥയായിരുന്നു. അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് മിസറിയാണ്. അച്ഛനില്ല, അമ്മയില്ല, ആകെയുള്ള ഒരു കുഞ്ഞു ബ്രദറിനെ നോക്കാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ക്യാമ്പിൽ വന്ന് പെട്ട് അല്ലേ. ആൻഡ് മോർ ഓവർ ഹി വാസ് മേഴ്സിലെസ്ലി ടേൺഡ് എവേ ബൈ പീപ്പിൾ. അതുപോലെ ആരുടെയും കരുണയില്ലാതെ എല്ലാവരും അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മേഴ്സിലെസ്ലി അവനെ ഒഴിവാക്കുക അല്ലെ, ഉപേക്ഷിക്കുകയാണ്. ദർ വാസ് നത്തിങ് ഹീ കുഡ് ഡു ടു ഹെൽപ്പ് ദി ബേബി ഹീ ക്യാരിഡ് അലോങ്. അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റുന്നില്ല. സോ ഹി ഫെൽറ്റ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ് ആയിട്ട് തോന്നി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. വൈ ഡിഡ് ഹി സോബ്? എന്തിനാണ് മിക്കാലി കിടന്ന് കരഞ്ഞത്? സോബ് എന്ന് പറഞ്ഞാൽ ഏങ്ങി കരയുക. ആൻസർ എന്താ? ഹി വുഡ് ഹാവ് ടു ഗോ ലുക്കിംഗ് ഫോർ സം ഹാഫ് ഈറ്റൻ റോൾ ലെഫ്റ്റ് ഓൺ എ പ്ലേറ്റ് ഓർ എൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമായിരുന്നു? ഭക്ഷണം തേടി ഇപ്പം ഒന്ന് പോകണമായിരുന്നു അല്ലേ. പക്ഷേ എന്ത് ചെയ്യില്ല, അതിന് പോകാനുള്ളൊരു സാഹചര്യമില്ല. ബ്രേക്ക് അബൌട്ട് ഇൻ ദ ഗാർബേജ് ഫോർ വാട്ട് എ ഡോഗ് വുഡ് നോട്ട് ഹാവ് ഈറ്റൻ.
ഈ പട്ടികളൊന്നും തിന്നാത്ത ഭക്ഷണമെങ്കിലും ഉണ്ടാവും അവിടെ, അതെങ്കിലും ഒന്ന് തിരയാൻ അവന് പോകണം. സഡൻലി ലൈഫ് സീംഡ് ടു ഹിം സോ ഫുൾ ഓഫ് ഹൊറേഴ്സ് ദാറ്റ് ഹി കവേർഡ് ഹിസ് ഫേസ് വിത്ത് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബിഗൻ ടു ക്രൈ ബാഡ്ലി. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ, കുഞ്ഞിനെ എല്ലാം എല്ലാം ആലോചിച്ചപ്പോൾ അവന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവനൊന്നും പറ്റുന്നില്ല, അവനങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങി. യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ വാട്ട് വേ ഈസ് ദ ചൈനാമാൻ ഡിഫറെൻറ്റ് ഫ്രം ദി റെഫ്യൂജീസ്? ഏത് രീതിയിലാണ് ചൈനാമാൻ മറ്റുള്ള റെഫ്യൂജീസിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത്? ചൈനാമാൻ നല്ല ആളാണോ ചീത്ത ആളാണോ? യെസ്, നല്ല ആളാണ് അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എന്താ എഴുതുക? ദ ചൈനാമാൻ വാസ് വെരി കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ഹെൽപ്ഫുൾ. നല്ല കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു. ആൻഡ് ഹി ഹെൽപ്ഡ് മിക്കാലി ടു ഓവർകം ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ മിക്കാലിനെ ഓവർകം ചെയ്യാൻ, ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. And question number 15. Describe how the Chinaman's wife behaved when she saw Mikali with her husband. അപ്പോൾ മിക്കാലിനെ കണ്ടപ്പോൾ ചൈനാമാൻ്റെ വൈഫ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. എന്താ ആൻസർ എഴുതുക? Seeing the men, her face reddened and with a happy smile she made a brief courtesy to them. അപ്പോൾ എന്താ, അവരെ കണ്ടപ്പോൾ അവളുടെ മുഖം ചുവന്ന് തുടുത്തെന്ന് വെച്ചാൽ സന്തോഷമായില്ലേ. എന്നിട്ട് ഇങ്ങനെ ചൈനക്കാർ കാണിക്കുന്നത് പോലെ അവരിങ്ങനെ കുനിഞ്ഞ് നിന്ന് എന്ത് ചെയ്തു, അവരെ ആനയിച്ചു, അല്ലെങ്കിൽ അവനെ സ്വീകരിച്ചു അല്ലേ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 16. What did the Chinaman's wife do when she saw the famished infant? എങ്ങനെയാണ് ആ വിശക്കുന്ന, ഭക്ഷണം കഴിക്കാത്ത കഷ്ടസ്ഥിതിയിലുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് ചൈനാമാൻ്റെ വൈഫ് പ്രതികരിച്ചത്? അപ്പം എന്താ ആൻസർ എഴുതുക? ഷീ ഗേവ് എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി. അവൾ സഹതാപത്തിൻ്റെ ഒരു കുഞ്ഞു കരച്ചിലിൽ, അവൾക്ക് ഭയങ്കര ഒരു കരച്ചിൽ വന്നു. ആൻഡ് ദെൻ പ്രസ്ഡ് ദ ബേബി ടു ഹർ ഹാർട്ട്. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്. എന്നിട്ട് അതിന് എന്ത് ചെയ്തു, പാല് കൊടുത്തു അല്ലേ. ദെൻ വിത്ത് എ ജെസ്റ്റർ ഓഫ് modesty she brought forward a flap of her robe over the milk-swollen breast and the poor gluttonous infant suckling there. എന്നിട്ട് എന്താ, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അതിനെ എന്ത് ചെയ്തു ഇങ്ങനെ പാല് കൊടുത്തിട്ട്, എന്താ പറയുക, ഒരു അമ്മയ്ക്ക് മാത്രം കഴിയുന്ന ഒരു സന്തോഷത്തോടു കൂടി അതിനെ ഇങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു അല്ലേ. യെസ്. ഇനി ഈ മെറ്റേണിറ്റിയിലെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി അഥവാ എക്സാമിന് ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും കുട്ടികൾ നിങ്ങൾ എഴുതണ്ടേ, അപ്പോൾ അതിനുള്ള കുറച്ച് 2-3 ചോദ്യങ്ങളുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കൂ. ഡിസ്ക്രൈബ് ദ റെഫ്യൂജി ക്യാമ്പ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യൂ. എങ്ങനെയാണ് റെഫ്യൂജി ക്യാമ്പ് ഡിസ്ക്രൈബ് ചെയ്യുക? ദ റെഫ്യൂജി ക്യാമ്പ് ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. ഒരു ചെറിയ വില്ലേജ് പോലെയായിരുന്നു. ദ റിച്ചസ്റ്റ് എമംഗ് ദം ദി റെഫ്യൂജീസ് ഹാഡ് സെറ്റിൽ ഡൗൺ അണ്ടർ ദ ടെൻറ്റ്സ്. വലിയ പൈസയുള്ള, അതിനകത്ത് തന്നെ കൂട്ടത്തിൽ പൈസയുള്ള ആളുകൾ ടെൻറ്റിലും, അല്ലാത്തവർ റൂയിൻ്റെ ഷെഡുകളിലും, മറ്റുള്ളവരെന്താ ഷെൽട്ടേർഡ് അണ്ടർ കാർപ്പറ്റ്സ് ഹെൽഡ് അപ്പ് ദ 4 കോർണേഴ്സ് ബൈ സ്റ്റിക്സ്. 4 മൂലയിൽ സ്റ്റിക്ക് നാട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിനകത്ത് ഇരുന്നു അല്ലേ. ദ മെൻ വർ റെഡി ടു ഡു എനി വർക്ക് ടു ഗെറ്റ് സം മണി ടു ബൈ ഫുഡ് ഫോർ ദ ഫാമിലി. മെൻ എന്ത് പണിയെടുക്കാനും അവർ തയ്യാറായിരുന്നു അല്ലേ. എന്നാൽ അവരെ വീട്ടിൽ കുറച്ച് പൈസയും എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാ പണിക്കും പോയി. ഇനി അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി. വൈ വർ ദ മെൻ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് റെഡി ടു ഡു വാട്ട് എവർ വർക്ക് ദേ ഫൗണ്ട്? എന്ത് പണിയും അവർ തിരഞ്ഞെടുക്കാനും ചെയ്യാനും തയ്യാറായത് എന്തുകൊണ്ടാണ്? കാരണം എന്താ, ദേ ഹാഡ് ടു ഗെറ്റ് ഫുഡ് ഫോർ ദംസെൽസ് ആൻഡ് ദെയർ ഫാമിലീസ്. അവരുടെ ഫാമിലിക്കും അവർക്കും ഫുഡ് കിട്ടും അല്ലേ. ദെൻ വാട്ട് ഹാഡ് ഹാപ്പൻ ടു ദ മദർ ഓഫ് ദ ന്യൂ ബോൺ ബേബി? ആ ന്യൂ ബോൺ ബേബിയുടെ കുഞ്ഞിന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ദ മദർ ഹാഡ് ഡൈഡ് ഇൻ ചൈൽഡ് ബർത്ത്. എന്ന് വെച്ചാൽ പ്രസവ സമയത്ത് ഈ അമ്മ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൂ ഹാഡ് സോ ബാഡ്ലി ചൂസൺ ദ മൊമെന്റ് ടു അപ്പിയർ ഓൺ ദി എർത്ത്? ആരാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഏറ്റവും മോശപ്പെട്ട സമയത്ത് ജനിച്ചു എന്ന് കഥയിൽ പറയുന്നത് ആരെയാണ്? യെസ്, ഇറ്റ് ഈസ് മിക്കാലീസ് ന്യൂ ബോൺ ബ്രദർ അല്ലേ. മിക്കാലിയുടെ കുഞ്ഞിനെയാണ് പറയുന്നത്. ദെൻ ഡിഡ് എനിവൺ ഇൻ ദ ക്യാമ്പ് എക്സ്റ്റെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു മിക്കാലി? ആരെങ്കിലും മിക്കാലിയെ സഹായിച്ചോ? നോബഡി ഹെൽപ്ഡ് മിക്കാലിനെ ആരും സഹായിച്ചില്ല അല്ലേ. Then question number 6. What were the troubles Mikali faced because of the newborn baby? എന്തൊക്കെ ട്രബിളുകളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മിക്കാലിക്ക് ന്യൂ ബോൺ ബേബി കാരണം ഉണ്ടായത്? അനിയൻ കാരണം ഉണ്ടായത് എന്തൊക്കെയാണ്? ഹി ഹാഡ് ടു ബിയർ ഹിസ് ന്യൂ ബോൺ ബ്രദർ ഓൺ ഹിസ് ബാക്ക് റൗണ്ട് ദ ക്ലോക്ക്. എന്നുവെച്ചാൽ ദിവസം മുഴുവനും പുറത്ത് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു ഗതികേടുണ്ടായി. മോർ ഓവർ ദ ബേബി വെയിൽഡ് ത്രൂ ഔട്ട് ആൻഡ് ദാറ്റ് മെയ്ഡ് ദ ഹോൾ നെയ്ബർഹുഡ് അവേക്കൺ ഈവൻ അറ്റ് നൈറ്റ്. അലറി വിളിച്ചുള്ള കരച്ചിൽ കാരണം മറ്റുള്ളവരും കിടന്ന്
ഞെട്ടി എഴുന്നേക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആൻഡ് ദേ ചേസ്ഡ് മിഖാലി അവേ ഫ്രം ദി ക്യാമ്പ്. അങ്ങനെ മിഖാലിനെ അവരെല്ലാവരും ക്യാമ്പിൽ നിന്ന് ഓടിച്ചു. Then question number 7. Mikhali felt immensely lonely and lost. Why? മിഖാലി ആകെ ഒറ്റപ്പെട്ടതുപോലെ അവന് തോന്നി. എന്തുകൊണ്ടാണ്? ആൻസർ എന്താ? ദി അർമീനിയൻസ് ആൻഡ് അനാറ്റോളിയൻസ് ചേസ്ഡ് മിഖാലി അവേ ഫ്രം ദ ക്യാമ്പ്. ഹി കുഡന്റ് ഫൈൻഡ് ഫുഡ് ഫോർ ഹിസ് വെയിലിംഗ് ന്യൂ ബോൺ ബ്രദർ. ദിസ് മെയ്ഡ് ഹിം ഫീൽ ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അർമേനിയക്കാരും അനാറ്റോളിയൻസും അവനെ ചേസ് ചെയ്തു. ദാറ്റ്സ് വൈ. അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. വൈ ഡിഡ് മിഖാലി വാണ്ടർ അബൌട്ട് ലൈക്ക് എ ഡ്രങ്കൺ മാൻ? എന്തുകൊണ്ടാണ് ഒരു കള്ളു കുടിച്ച ആളെ മാതിരി അവൻ ആടി ആടി നടന്നു എന്നൊക്കെ കഥയിൽ പറയുന്നത്? കാരണം എന്താ? ഹി വാസ് ടയേർഡ് ആൻഡ് ഹി വാസ് ക്യാരിയിങ് ദ ബേബി ഓൺ ഹിസ് ബാക്ക്. ഹി കുഡന്റ് ഫൈൻഡ് ഫുഡ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് വെയിലിംഗ് ബ്രദർ. അവൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 24 മണിക്കൂറും കുഞ്ഞിനെ ഇങ്ങനെ തോളത്ത് തൂക്കി അവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹൂ വർ അനാറ്റോളിയൻസ്? ആരായിരുന്നു അനാറ്റോളിയൻസ്? Anatolians were refugees who had fled from the Turkish massacres in Asia Minor. ഏഷ്യ മൈനറിൽ എത്തിപ്പെട്ട തുർക്കിക്കാരുടെ കൂട്ടക്കൊലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നിട്ടുള്ള അഭയാർത്ഥികളാണ് അനാറ്റോളിയൻസ്. അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഫിയർ ഡിഡ് മിഖാലി ഹാവ് ഓഫ് ദി ഓറിയൻ്റൽസ്? എന്ത് തരത്തിലുള്ള പേടിയായിരുന്നു ഓറിയൻ്റൽസുമായിട്ട് മിഖാലിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞ ചൈനമാനെ കണ്ടപ്പോൾ അവനെന്ത് ചെയ്തില്ല? പോകാൻ തയ്യാറായില്ല. അല്ലേ? വൈ? കാരണം എന്താ? മിഖാലി ഹാഡ് ഹേർഡ് സോ മെനി ഹൊറർ സ്റ്റോറീസ് അബൌട്ട് ദ ക്രൂവൽറ്റി ഓഫ് ദ ഓറിയൻ്റൽസ്. കാരണം ഓറിയൻ്റൽസിനെ പറ്റി ഒരുപാട് ക്രൂവൽറ്റി സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആര്? മിഖാലി. അല്ലേ? ദെൻ വാട്ട് ഡിഡ് ദ ചൈനാമാൻ ഡു വെൻ ഹി സോ മിഖാലീസ് പ്ലൈറ്റ്? ചൈനാമാൻ എന്താണ് ചെയ്തത്? ഹി ടുക്ക് മിഖാലി ആൻഡ് ഹിസ് ബ്രദർ ടു ഹിസ് ഓൺ ഹൗസ്. അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലേ? Then question number 12. Why did the refugees mock at the Chinaman? എന്തുകൊണ്ടാണ് റെഫ്യൂജീസ് ചൈനാമാനെ നോക്കി കളിയാക്കിയിരുന്നത്? കാരണം എന്താ? ദ റെഫ്യൂജീസ് മോക്ക്ഡ് അറ്റ് ദ ചൈനാമാൻ ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് ക്വൈൻറ്റ് ഐസ്. അപ്പോൾ അവൻ്റെ ഇറുകിയ കുറുകിയ കണ്ണുകളും അതുപോലെ തന്നെ അവൻ്റെ കളറൊക്കെ മഞ്ഞ കളറൊക്കെ കണ്ടിട്ടാണ് ആളുകൾ കളിയാക്കിയിരുന്നത്. ഡിഡ് ചൈനാമാൻസ് വൈഫ് വെൽക്കം മിഖാലി ടു ഹർ ഹോം? ചൈനാമാൻ്റെ വൈഫ് അവരെ മിഖാലിയെ വീടിനുള്ളിലേക്ക് കയറ്റിയോ? വെൽക്കം ചെയ്തോ? യെസ്, ഷീ വെൽക്കംഡ് മിഖാലി ആൻഡ് പ്രൂവ്ഡ് ഹർ ഹ്യൂമാനിറ്റി. അവൾ എന്ത് ചെയ്തു? മിഖാലിയെ വീട്ടിലേക്ക് കയറ്റുകയും അതുപോലെ തന്നെ അവളുടെ മനുഷ്യത്വം കാണിക്കുകയും ചെയ്തു. അല്ലേ? Then question number 14. The young woman invited Mikhali to walk in and see something. What was it? ആ യങ് വുമൺ, ചൈനാമാൻ്റെ വൈഫ് എന്തോ ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ മിഖാലിക്ക്. എന്തായിരുന്നു അത്? യെസ്, അതന്നെ. ദ യങ് വുമൺ ഇൻവൈറ്റഡ് മിഖാലി നിയർ എ വിക്കർ ക്രാഡിൽ എൻ എറ്റ് ഹെർ ഓൺ ബേബി വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ അവളുടെ സ്വന്തം കുഞ്ഞവനകത്ത് ഇങ്ങനെ ഉറങ്ങുന്നത് ഒരു തൊട്ടിൽ കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തു. അല്ലേ? ഹൗ ഡിഡ് ദ ചൈനാമാൻസ് വൈഫ് റിയാക്ട് ഓൺ സീയിങ് ദ ന്യൂ ബോൺ ബ്രദർ ഓഫ് മിഖാലി? മിഖാലിയുടെ ന്യൂ ബോൺ ബ്രദറിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് ചൈനാമാൻ റിയാക്ട് ചെയ്തത്? Chinaman's wife കേട്ടോ. At first she cried and then with immense pity she pressed the baby to her heart and gave it breast milk. അപ്പം ആദ്യം അതിനെ കണ്ടപ്പോൾ സങ്കടത്തോടു കൂടി കരയുകയും പിന്നെ അതിനെ നെഞ്ചോട് ചേർത്ത് അതിന് പാല് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് മിഖാലി ടു ദ ചൈനാമാൻസ് ബേബി? എന്തായിരുന്നു ചൈനാമാൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ മിഖാലിയുടെ റിയാക്ഷൻ? മിഖാലി സൈലൻ്റ്ലി അഡ്മയേർഡ് ദ ചൈനാമാൻസ് ബേബി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഖാലി സമ്മതിച്ചു. അല്ലേ? അമ്മ പറഞ്ഞു, മിഖാലി അതായത് ചൈനാമാൻ്റെ വൈഫ് പറഞ്ഞു നല്ല ഭംഗിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ യെസ് ഉണ്ട് എന്നിങ്ങനെ സൈലൻ്റ്ലി എന്ത് ചെയ്തു? അതിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി മിഖാലിക്ക്. അല്ലേ? ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 17. വാസ് ദ ചൈനാമാൻ ഡിഫറെൻറ്റ് ഫ്രം ദ റെഫ്യൂജീസ്? ഹൗ? ചൈനാമാൻ എന്ന് പറയുന്നത് ഈ ഒരു മറ്റുള്ള ആളുകളെക്കാളും ഡിഫറെൻ്റ് ആണോ? എങ്ങനെ? Yes, he was different from the refugees. He didn't chase Mikhali away. Instead, he felt pity and took Mikhali home. അപ്പോൾ മറ്റുള്ളവർ ആരും സഹായിക്കാഞ്ഞപ്പോൾ അദ്ദേഹമാണ് മിഖാലിയെ സഹായിച്ചത്. ഇനി ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇത് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കണേ. How did the child become a problem to Mikhali and the others in the refugee camp? What impression do you get about Mikhali from the way he faced the problem? അപ്പം എങ്ങനെയാണ് ചൈൽഡ്, ആ കുഞ്ഞെന്ന് പറയുന്നത് മിഖാലിക്കും മറ്റുള്ളവർക്കും ഒരു പ്രോബ്ലമായി തീർന്നത്? അതായത് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന മിഖാലിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇംപ്രഷനായിട്ടാണ്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. അല്ലേ? മിഖാലിയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിച്ചേനെ, നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തേനെ, അല്ലേ? എന്തെങ്കിലും ഒരു ജോബൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തേനെ. അപ്പം ആ ഒരു രീതിയിലാണ് എനിക്ക് സങ്കടം വന്നു. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? അപ്പം ആൻസർ എന്താ? ദ ചൈൽഡ് ബിക്കെയിം എ പ്രോബ്ലം ടു മിഖാലി ബിക്കോസ് ദ മദർ ഡൈഡ് അറ്റ് ചൈൽഡ് ബർത്ത്.
അപ്പം എന്താണ് മദർ, ഈ മിക്കാലിയുടെ അമ്മ എന്ന് പറയുന്നത്, കുഞ്ഞിൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ പ്രസവ സമയത്ത് മരിച്ചു പോവുകയും ഈ കുഞ്ഞ് ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ ആരും ഇല്ല ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും നേരം എഴുതി അതന്നെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. എന്നുവെച്ചാൽ ദ ചൈൽഡ് ബിക്കം എ പ്രോബ്ലം ഫോർ അതേഴ്സ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് ആസ് ഇറ്റ് ഓൾവേസ് ക്രൈഡ്. അത് എപ്പോഴും കരയുന്നതായിരുന്നു, ഒരു പ്രശ്നമായി, അങ്ങനെയൊക്കെ എഴുതാം. ദെൻ ദേ ഹാഡ് ദെയർ ഓൺ പ്രോബ്ലംസ്. മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മളോട് ചോദിച്ചു നിങ്ങളുടെ ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ മിഖാലി ഈസ് എ ലവിങ് ബോയ്. അപ്പോൾ നമുക്ക് എഴുതാം, മിഖാലി എന്ന് പറയുന്ന നമുക്കൊക്കെ സ്നേഹം തോന്നുന്നൊരു കുഞ്ഞാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹങ്കർ ആൻഡ് ടയർഡ്നെസ് ഹി ക്യാരിയഡ് ദ ബേബി ഓൺ ഹിസ് ബാക്ക് ഓൾ ദി ടൈം. അപ്പം കുഞ്ഞിനെ എപ്പോഴും, അല്ലേ, കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അല്ലേ? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, ഇതിനെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ലേ, നമുക്ക് ദേഷ്യം വരും. പക്ഷേ മിഖാലി അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ആൻഡ് ഫൈനലി ഹി ഗെറ്റ്സ് ഹെൽപ്പ് ഫ്രം ദ ചൈനാമാൻ. അവസാനം അവന് ദൈവസഹായത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈനാമാൻ്റെ കയ്യിൽ നിന്നും ഹെൽപ്പ് കിട്ടുകയും ചെയ്തു. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിസ്ക്രൈബ് മിഖാലിസ് എക്സ്പീരിയൻസസ് ഇൻ ദ അർമേനിയൻ ക്യാമ്പ് ആൻഡ് ദ അനാറ്റോളിയൻ ക്യാമ്പ്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? അപ്പം 2 ക്യാമ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയോ? അപ്പം എന്താ, ഒരു ഡിഫറൻസും തോന്നിയില്ല, അല്ലേ? അനാറ്റോളിയൻ ക്യാമ്പിൽ ഹെൽപ്പ് ചെയ്യാമെന്നവർ വിചാരിച്ചെങ്കിലും നഴ്സിംഗ് മദർ കുഞ്ഞിനെ കണ്ടപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ക്യാമ്പിലും അവന് ഏകദേശം ഒരേപോലെ തന്നെയാണ്. അവരെല്ലാവരും, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാവരും ഒരേപോലത്തെ ഒരു ട്രോമ അനുഭവിക്കുന്ന ഒരു സമയം, അല്ലേ? സോ ദിസ് ഈസ് ദി ആൻസർ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. മിഖാലി എക്സ്പീരിയൻസ്ഡ് ഗ്രേറ്റ് ഇൻഡിഫറൻസ് ആൻഡ് നെഗ്ലക്റ്റ് ഫ്രം ബോത്ത് ദി അർമേനിയൻ ആൻഡ് അനാറ്റോളിയൻ ക്യാമ്പ്സ്. 2 നിന്നും അവനങ്ങനെ എന്താ ചെയ്തത്, എതിർപ്പുകൾ മാത്രമാണ് കിട്ടിയത്, അല്ലേ? യു ക്യാൻ റൈറ്റ്. Then question number 3, how does the story reveal the nobility of maternity? Describe. എങ്ങനെയാണ് മാതൃത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നൊരു കാര്യം ഈ സ്റ്റോറിയിൽ റിവീൽ ചെയ്യുന്നത്? അപ്പോൾ എന്താ എഴുതേണ്ടത്, ചൈനാമാൻ്റെ വൈഫിനെ പറ്റിയിട്ടാട്ടോ എഴുതേണ്ടത്. അപ്പം ദ സ്റ്റോറി റിവീൽസ് ദ നൊബിലിറ്റി ഓഫ് മെറ്റേണിറ്റി ബൈ ഷോയിങ് ഹൗ ദ ചൈനാമാൻസ് വൈഫ് ബിഹേവ്ഡ് വെൻ ഷീ സോ ദ ഹാംഗ്രി ചൈൽഡ്. അപ്പോൾ വിശന്ന് വലയുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ചൈനാമാൻ്റെ വൈഫ് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത്, അതിലൂടെയാണ് നമുക്ക് മാതൃത്വത്തിൻ്റെ ശ്രേഷ്ഠത ഈ ഒരു കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ദിസ് ഈസ് ദി ആൻസർ. യു ക്യാൻ റൈറ്റ്. Then question number 4, which character in the story was the most empathetic to the baby? Justify. ആരാണ് ഇതിനകത്ത് കുഞ്ഞിനോട് ഏറ്റവും സ്നേഹമായിട്ട് പെരുമാറുന്നത്? ആരാണ്? നമ്മൾ വിചാരിക്കും ചൈനാമാനാണെന്നല്ലേ, പക്ഷെ ചൈനാമാൻ വീട്ടിൽ കൊണ്ടുപോയപ്പം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ചൈനാമാൻ്റെ വൈഫാണ്, അല്ലേ, ഇതിൽ ഏറ്റവും എമ്പത്തറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ. ദെൻ വേറെ വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയാലോ. Activity 1. What is your impression about the Chinaman and his wife? How are they different from the other characters in the story? Write a paragraph. The following hints may help you. എങ്ങനെയാണ് ചൈനാമാനും ചൈനാമാൻ്റെ വൈഫും വേറിട്ട് നിൽക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ആ പാരഗ്രാഫിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് കുറച്ച് സൂചനകളാണ് തന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രധാന ക്യാരക്ടർ എഴുതാം, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ കൊടുത്തിരിക്കുന്നത്, ദ ചൈനാമാൻ ആൻഡ് ഹിസ് വൈഫ് ആർ എക്സംപ്ലറി മോഡൽസ് ഫോർ ലവ് ആൻഡ് ഹ്യൂമാനിറ്റി. അവർ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഏറ്റവും പീക്കിലുള്ള നല്ലൊരു മാതൃകയാണ്. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് ആയി. ദെൻ മോസ്റ്റ് റെലവൻറ്റ് ഐഡിയാസ്, പേഴ്സണൽ ഇംപ്രഷൻസ്. അപ്പോൾ എന്താ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഐഡിയകളും അതുപോലെ നമ്മളുടെ ഇംപ്രഷനും നമുക്ക് സ്വന്തമായിട്ട് തോന്നിയ കുറച്ച് ഐഡിയാസൊക്കെയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് ലൈനിൽ എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതെന്താ, അർമേനിയക്കാരും അനാറ്റോളിയൻസും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടില്ല. അവരൊക്കെ ഇമാജിനറി സ്റ്റോറീസ് ഉണ്ടാക്കി. ഓറിയൻ്റൽസ് എപ്പോഴും ക്രൂവലാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോറീസ് ഉണ്ടാക്കി. പക്ഷേ അവരങ്ങനെ ആയിരുന്നില്ല, അല്ലേ? അങ്ങനെ ഐഡിയാസ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി എന്തൊക്കെയാണോ ഫീൽ ചെയ്തത് അതൊക്കെ അതിനകത്ത് എഴുതാം കേട്ടോ.
പിന്നെ മൂന്നാമത്തെ ലൈനിൽ എഴുതേണ്ടത് സപ്പോർട്ടിങ് ഐഡിയാസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ചൈനാമാൻ നല്ല ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? കാരണം അവൻ എന്ത് ചെയ്തു, ഇവൻ കരയുന്നത് കണ്ടപ്പോൾ മിക്കാലിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വഴിയിൽ വെച്ച് അവൻ വീഴാൻ പോയപ്പോൾ താങ്ങി നിർത്തുകയും ചെയ്തു അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര പാവമാണ്, അതുപോലെ നല്ല സഹായം ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലായി. അതുപോലെ ചൈനാമാൻ്റെ വൈഫിനെ പറ്റിയിട്ടും നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിങ് ഐഡിയാസായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതേണ്ടത് എന്താ, എവിഡൻസ് ഫ്രം ദ ടെക്സ്റ്റ്. അതിനുള്ള എവിഡൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ എക്സ്പ്ലനേഷനും. എവിഡൻസ് എന്താ, പാല് കൊടുത്തു, അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെ സ്വീകരിച്ചു, അതുപോലെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ ഒരു മാതൃത്വത്തിൻ്റെ നൊബിലിറ്റി അല്ലേ. അതേപോലെ അനാറ്റോളിയൻകാരും ആർമീനിയക്കാരും ചെയ്തത് എന്താണോ അതൊക്കെ എഴുതാം. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടാണ് ഇവർ ചെയ്തത്. അപ്പോൾ അതൊക്കെ അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ നിന്നും കൊടുക്കാം. അതാണ് നാലാമത്തെ ലൈൻ അല്ലെങ്കിൽ പാരഗ്രാഫൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ദെൻ കൺക്ലൂഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, കൺക്ലൂഷനാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് എ പാരഗ്രാഫ് എന്നാണ് പറഞ്ഞത്, ഒറ്റ പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. നേരെ മറിച്ച് എസ്സേ ആണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ഓരോ പാരഗ്രാഫുകളായിട്ട് കൊടുക്കാം. നല്ലൊരു എസ്സേ എഴുതാനുള്ള ടോപ്പിക് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ആദ്യം അതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുതുക. പിന്നെ അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഴുതുക. ദെൻ ടെക്സ്റ്റിൽ നിന്നുള്ള കുറേ തെളിവുകൾ നിരത്തുക. അത് കഴിഞ്ഞിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുക കേട്ടോ. ദെൻ ഇതാണ് ആൻസർ. യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ്. ഞാൻ വായിക്കണോ? പെട്ടെന്ന് ഞാൻ വായിക്കാം കേട്ടോ. എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണേ. The Chinaman and his wife are exemplary models for love and humanity. The Armenians and Anatolians have so many imaginary stories showing the Orientals as cruel and brutal. അല്ലേ? ഓറിയൻ്റൽസ് ഭയങ്കര എന്താണ്, ക്രൂവലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. But here we see them to be much more empathetic towards the suffering Mikhail and his newborn brother. Mikhail and brother were driven out both from the Armenian and Anatolian camps because of the constant cries of the starving newborn baby. As its mother had died in childbirth, he never got any milk. By sucking its thumb all the time, it had swollen. Its body was frail and hurt and had grown to enormous size. All this did riot make the refugees from both the camps to help the baby. The Armenians wanted it to die so that they are not disturbed by the cries of the baby. But the Chinaman and his wife proved to be a real savior, as the wife breastfed the baby without worrying how horrible and dirty it looked. And the Chinaman and his wife proved there are still good people on this earth. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇത് പോലെ അല്ലാതെ നിങ്ങളുടെ വാക്കിൽ മാത്രം നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴും ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ പോകുന്നത് ആക്ടിവിറ്റി 2. ഓക്കെ, അപ്പം അതിനകത്ത് the majority of the refugees, having found nothing better, were sheltered under carpets held up the four corners by sticks. Mikhail ate the stale bread which his neighbors cared to offer, and it weighed on him. അപ്പോൾ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. ഒരു റെഫ്യൂജി ക്യാമ്പിലുള്ള ആളുകളുടെ സഫറിങ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഫ് എ ഡിസാസ്റ്റർ, ഒരു ഫ്ലഡോ സൈക്ലോണോ എർത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്ട്രൈക്സ് യുവർ നെയ്ബറിംഗ് വില്ലേജ്, വാട്ട് ആക്ഷൻ പ്ലാൻ വിൽ യു പ്രിപ്പയർ ഫോർ ഇമ്മീഡിയറ്റ് റിലീഫ്? പെട്ടെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ആശ്വാസ പദ്ധതി എങ്ങനെയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക? നമ്മൾ ഫ്ലഡ് വന്നപ്പോഴൊക്കെ കണ്ടതാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവാക്യുവേറ്റ് ദ പീപ്പിൾ ടു എ സേഫ് പ്ലേസ്. ആദ്യം നമ്മൾ ഇങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ ആളുകളെ പെട്ടെന്ന് മാറ്റി പാർപ്പിച്ച് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടല്ലേ സ്കൂളുകളിലൊക്കെ ക്യാമ്പൊക്കെ ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആൻഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ദർ ഫീഡിങ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. ആദ്യം അവർക്ക് ഫുഡും ഭക്ഷണവും എത്തിക്കും അല്ലേ. നമ്മൾ ആദ്യം അതാണ് ചെയ്യുന്നത്. ഉടുക്കാനുള്ള ഡ്രസ്സും ഫീഡിങ്ങും അതുപോലെ വെള്ളവും കൊടുക്കാനാണ് നോക്കുക. ദെൻ പ്രൊവൈഡ് ദം വിത്ത് നെസസറി സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വൃത്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. ദെൻ ടേക്ക് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് കണ്ടാജിയനസ് ഡിസീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പകർച്ചവ്യാധികൾ തടയുന്നത് നമ്മൾ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും എടുക്കും അല്ലേ. ദെൻ പ്രൊവൈഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അതേപോലെ ഡോക്ടേഴ്സും അതുപോലെ നേഴ്സസൊക്കെ വന്നിട്ട് അവരെ എപ്പോഴും ഒരു മെഡിക്കലി അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ദെൻ ഗിവ് ദ പീപ്പിൾ കൗൺസിലിംഗ്.
പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ, നമ്മുടെ വീടും നാടും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കാൻ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. ആൻഡ് മേക്ക് ദ റിഹാബിലിറ്റേഷൻ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. Then study the pie chart below showing the effect of natural calamities in the world over the past few years. താഴെ തന്നിരിക്കുന്നത് ഒരു പൈ ചാർട്ടാണ്. അതിനകത്ത് ഓരോ രാജ്യത്തും നടക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഫ്ലഡ് അല്ലേ, മഞ്ഞ നിറത്തിൽ ഫ്ലഡ്, ദെൻ ഡ്രോട്ട്, എർത്ത് ക്വേക്ക് പച്ച നിറത്തിൽ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഫ്ലഡ്, ഡ്രോട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദി അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് കലാമിറ്റീസ്, ലിസ്റ്റ് ദം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ? അപ്പോൾ എന്താ, ഡെത്തില്ലേ, മരണം ഉണ്ടാവും, ലോസ് ഓഫ് പ്രോപ്പർട്ടി, നമ്മുടെ സാധനങ്ങൾ നശിക്കും, ഡിസ്ലൊക്കേഷൻ, നമുക്ക് സ്ഥാനചലനം എന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഇത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, സജസ്റ്റ് എ ഫ്യൂ പ്രീക്കോഷണറി മെഷേഴ്സ് ടു റെഡ്യൂസ് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സച്ച് കലാമിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ, ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതിന് തടയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏർലി വാർണിങ്സ്, ആളുകൾക്ക് നേരത്തെ സൂചനകൾ കൊടുക്കാം, അതുപോലെ തന്നെ അവരെ നല്ലൊരു സ്ഥലത്തിലേക്ക്, സേഫായ സ്ഥലത്തിലേക്ക് കൊടുക്കാം, ഫുഡ് സപ്ലൈ ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ആൻഡ് in certain cases, people are given some precautionary measures. A few warnings related to earthquake are given in the boxes. അപ്പോൾ തന്നിരിക്കുന്നത് കുറച്ച് എന്താണ്, വാണിങ്ങുകളാണ്. എന്നുവെച്ചാൽ മൂവ് ടു an area away from trees, power lines, buildings and walls. അവിടെ കണ്ടോ ബോർഡുകളിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, മരത്തിൻ്റെ ചോട്ടിലൊന്നും നിൽക്കരുത്, കറണ്ട് കമ്പി പോകുന്നതിൻ്റെ അടുത്തൊന്നും നിൽക്കരുത്, ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിൽക്കരുത്, തുറസായ സ്ഥലങ്ങളിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലേ. റിമൈൻ എന്ന് പറയുന്നത് നിൽക്കൂ, എവേ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകൂ അല്ലേ. റിമൈൻ എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ കാണുന്നില്ലേ, റിമൈൻ ഇൻ പൊസിഷൻ അൺടിൽ ദി ഷേക്ക് ഹാസ് സ്റ്റോപ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ നിൽക്കുക. ഈ ഒരു ഷേക്കിംഗ് എന്ന് വെച്ചാൽ ഭൂചലനമൊക്കെ ഒന്ന് കഴിയുന്നത് വരെ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കും എന്ന് പറയാം അല്ലേ. ദെൻ ഡ്രോപ്പ് ടു നീസ് ആൻഡ് ഗെറ്റ് ഇൻ ടു എ ഫീറ്റൽ പൊസിഷൻ, ക്ലോസ് യുവർ ഐസ് ആൻഡ് ക്ലോസ് യുവർ ആംസ് ഓർ ദ ബാക്ക് ഓഫ് യുവർ നെക്ക് ഫോർ പ്രൊട്ടക്ഷൻ. അപ്പോൾ എന്താ പറയണത്, മുട്ടുകുത്തി ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണുകൾ അടച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഈ എപ്പിഡമിക്സിലെ പകർച്ചവ്യാധികൾ അത് പടരാതിരിക്കാനുള്ള കുറച്ച് എന്ത് ചെയ്യുക, വാർണിങ്സ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ്. എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ അവരെ എന്താ പറയുക, അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കാം. ഡ്രിങ്ക് ഓൺലി ക്ലീൻ വാട്ടർ, ശുദ്ധജലം മാത്രം കുടിക്കൂ. ദെൻ ഈറ്റ് ഓൺലി ഹെൽത്തി ഡയറ്റ്, നല്ല ഭക്ഷണം കഴിക്കൂലേ. നമുക്ക് ആ രീതിയിലൊക്കെ എപ്പിഡമിക്സ് പകരാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. യെസ്. ദെൻ അടുത്ത ചോദ്യം എന്താ, നൗ വി ക്യാൻ തിങ്ക് അബൌട്ട് ഫോമിങ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഗ്രൂപ്പ്, ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, പബ്ലിസിറ്റി വിങ് എക്സെട്ര. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വാട്ട് യു ക്യാൻ ഡു ഇൻ കേസ് ഓഫ് എമർജൻസീസ്. പ്രസൻറ്റ് യുവർ ഐഡിയാസ് ഇൻ ദ ക്ലാസ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ഗ്രൂപ്പും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരു മാതൃക ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നമുക്ക് പബ്ലിസിറ്റി വിങ്, അതുപോലെ തന്നെ ഫുഡ് കാറ്ററിംഗ് ഗ്രൂപ്പ്, അസിസ്റ്റൻസ് ഗ്രൂപ്പ്, നിങ്ങൾ NSSലും NCCലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദെൻ സപ്പോസ് യു ആർ ദ കൺവീനർ ഓഫ് ദ പബ്ലിസിറ്റി കമ്മിറ്റി. നിങ്ങളാണ് പബ്ലിസിറ്റി കമ്മിറ്റീൻ്റെ കൺവീനർ എങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക, നമ്മളെന്ത് ചെയ്യും, പ്രിപ്പയറിങ് പോസ്റ്റർ ഉണ്ടാക്കും അല്ലേ, അതുപോലെ അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കും, അതുപോലെ ആളുകളെ ഹൈജീൻ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തി കേട്ടോ. ദെൻ മേക്ക് ദ പീപ്പിൾ ടു കീപ് ദെയർ പ്രിമൈസസ് ആൻഡ് എൻവയോൺമെൻറ്റ് ക്ലീൻ. എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവരെ എന്ത് ചെയ്യും, പറയും. Then now design posters to make the community aware of the dangers of epidemics. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാലോ,
യെസ്, അപ്പം ആളുകൾക്ക് എപ്പിഡമിക്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ പോസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അത് നിങ്ങളെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. ദെൻ വരുന്നത് ലാംഗ്വേജ് ആക്ടിവിറ്റി ആണ്. ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ ഇതിൽ കുറച്ചെണ്ണം വരുന്നുണ്ട്. അതിനകത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ എടുത്തുതരാം. ഇപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് പഠിക്കാം. നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ ഒന്നാമത്തേതാ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി മെറ്റേണിറ്റി. അപ്പം ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓഫൺ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്, ഹീ സെഡ് ഇൻ ഗ്രീക്ക്. Come with me, said the Chinaman. Come in then. Do not be afraid, said the Chinaman. What do you notice about the sentence given within quotes? ഇവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമയിൽ അല്ലേ, നമ്മൾ എന്തായാലും ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സംഭാഷണം പറഞ്ഞതിന് ശേഷം ഹീ സെഡ് ഇൻ ഗ്രീക്ക്, അവൻ ഗ്രീക്കിൽ പറഞ്ഞു എന്നവിടെ പറയുന്നുണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലേ. രണ്ടാമത്തെ നോക്കിക്കേ, സെഡ് ദി ചൈനാമാൻ, ചൈനാമാൻ പറഞ്ഞു. ഡു നോട്ട് ബി അഫ്രേഡ്, സെഡ് ദ ചൈനാമാൻ, വീണ്ടും ചൈനാമാൻ പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മളോട് പറയാണ് അല്ലേ, ചൈനാമാൻ പറഞ്ഞ കാര്യം നമ്മളോട് റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ദേ ബിഗിൻ വിത്ത് വേർബ്സ് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസിൽ നിന്നും എങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിങ്ങളൊന്ന് പരിശോധിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പം തുടക്കം മുഴുവൻ എന്താണ്, ബിഗിൻ വിത്ത് വേർബ്സ് അല്ലേ, വെർബുകൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഹാവ് കാണിക്കൂ അല്ലെങ്കിൽ ഉണ്ടാകൂ, പിറ്റി സഹതാപം അല്ലേ, ഹാവ്, അതുപോലെ കം വരൂ, ഇതൊക്കെ വെർബുകളാണല്ലോ, അതായത് ക്രിയകളാണ്, നിങ്ങൾക്കറിയാലോ. അതേപോലെ നമുക്ക് കുറച്ചും കൂടി ഫൈൻഡിങ്സ് എന്തൊക്കെയാ, ദേ ആർ ദ വേർഡ്സ് സ്പോക്കൺ ബൈ ദ വാരിയസ് സ്പീക്കേഴ്സ്. വേറെ വേറെ ആളുകൾ പറയുന്ന വാചകങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് അല്ലേ. ദി ആക്ച്വൽ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ എൻക്ലോസ്ഡ് ഇൻ കൊട്ടേഷൻ മാർക്സ്. അപ്പം പറഞ്ഞ ആരാണോ ആ ആളുടെ വാചകം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊട്ടേഷൻ മാർക്കിനുള്ളിൽ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പം വേറൊരാൾ പറഞ്ഞ കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഇനി നൗ ലുക്ക് അറ്റ് ദ പിക്ചർ, ഈ പിക്ചറിലേക്ക് നോക്കാനാണ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, ഡോൺ സ്പിറ്റ് ഹിയർ, ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്, ഡോൺ സ്മോക്ക് ഹിയർ, ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ആൻഡ് ഓൺ ദ റൈറ്റ്. അപ്പം സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണല്ലേ, എന്താണ്, നേരെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് അല്ലേ, ഡോൺ സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്. ദെൻ ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്, ആ നോട്ടീസ് ബോർഡിലേക്ക് നോക്കൂ. ടേക്ക് കെയർ ഓർ എൽസ് യു വിൽ ഫോൾ ഡൗൺ, നന്നായിട്ട് പതുക്കെ പോവും അല്ലെങ്കിൽ നീ താഴെ വീഴും. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എന്തൊക്കെയായിട്ട് നമുക്ക് തരംതിരിക്കാം രണ്ടായിട്ട് അല്ലേ. പിക്ക് ഔട്ട് സെൻറ്റൻസ് ഫ്രം ദ പിക്ചർ ടു മാച്ച് ദ ഫങ്ഷൻസ് ഇൻ കോളം എ ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ കോളം ബി. അപ്പം തന്നിട്ടുള്ളതിൽ വാണിങ്ങുകളുണ്ട്, എന്നുവെച്ചാൽ മുന്നറിയിപ്പുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, റിക്വസ്റ്റുകളുണ്ട്, ഓർഡർ കൊടുക്കുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇൻവിറ്റേഷൻ ക്ഷണിക്കുന്നുണ്ട്, സൈൻ ആൻഡ് നോട്ടീസ്, അതുപോലെ തന്നെ നോട്ടീസ് ബോർഡുകളും ഉണ്ട്. അപ്പോൾ ഇതിലത് ഏതൊക്കെ പെടുന്നു എന്നുള്ളത് എടുത്ത് എഴുതാണ് വേണ്ടത്. സോ ഇതിൻ്റെ ആൻസർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. വാണിംഗ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, വാണിംഗ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓർ എൽസ് യു വിൽ ഫോൾ ഡൗൺ, നോക്ക് പതുക്കെ സൂക്ഷിച്ച് നടന്നോ അല്ലെങ്കിൽ നീ താഴെ വീഴും, അതൊരു വാണിംഗ് ആണ് അല്ലേ, ഒരു മുന്നറിയിപ്പാണ്. ദെൻ അഡ്വൈസ്, ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്, നീ ആ നോട്ടീസ് ബോർഡിലേക്കൊന്ന് നോക്കൂ, ഒരു അഡ്വൈസാണ് അല്ലേ. റിക്വസ്റ്റ്, പ്ലീസ് കീപ് ദിസ് അംബ്രല്ല വിത്ത് യു, ഈ ഒരു അംബ്രല്ല നീ നിൻ്റെ കയ്യിൽ പിടിക്കൂ, അപ്പോൾ പ്ലീസ് എന്ന് കണ്ടു, അപ്പോൾ റിക്വസ്റ്റ് ആണ്. ദെൻ അടുത്തത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഡോൺ സ്മോക്ക് ഹിയർ, ഡോൺ സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പരുത്, ഇവിടെ പുക വലിക്കരുത്. സോ രണ്ടും ഓർഡറാണ് അല്ലേ. ദെൻ ഡോണ്ട് പുഷ് മീ, എന്നെ വെറുതെ എന്നെ നിർബന്ധിക്കല്ലേ. യെസ്, ബി പേഷ്യൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യാം, ബി പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സംയമനം പാലിക്കൂ, ഒന്ന് ക്ഷമിക്കൂ അല്ലേ. ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്, നീ നേരെ പോയിട്ട് ആദ്യത്തെ വളവ് എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഡിറക്ഷനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നിർദ്ദേശം തരാണ് അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ദെൻ ഇൻവിറ്റേഷൻ, ഹൗ ടയേർഡ് യു ലുക്ക്, കം ആൻഡ് ഹാവ് എ കോഫി. അപ്പോൾ എന്താ, നിന്നെ കണ്ടിട്ട് നീ നല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, വരൂ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാം. അപ്പോൾ എന്താ, ഇൻവിറ്റേഷൻ, ക്ഷണമാണ് അല്ലേ. സൈൻ ആൻഡ് നോട്ടീസ്, സൈൻ ആൻഡ് നോട്ടീസ് എന്നാൽ എന്താ, ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്, നിങ്ങൾ ആ നോട്ടീസ് ബോർഡിലേക്ക് നോക്കുക. അപ്പോൾ നോട്ടീസ് ബോർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ എന്താണ്, സൈനാണ് അല്ലേ. ദെൻ read the directions given below from groups and their leader will give these directions. Try them out. Answers, അതായത് rest your chin on your chest and remain seated. Close your eyes. Raise your head and turn it into the right. ഇത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ
താഴെ തന്നിട്ടുള്ള ഡിറക്ഷൻസ് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലിരുന്നിട്ട് യെസ് യുവർ ലീഡർ വിൽ ഗിവ് യു ദി ഡിറക്ഷൻസ്. ദെൻ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി ആൻസേഴ്സ്. ദെൻ ലുക്ക് അറ്റ് ദി പോസ്റ്റേഴ്സ് ഗിവൺ ബിലോ ആൻഡ് സ്റ്റഡി ദെയർ ഫീച്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പോസ്റ്ററുകൾ നോക്കിയിട്ട് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ എന്താ, നമുക്ക് കണ്ടാൽ തന്നെ ഭയങ്കരമായിട്ടൊരു ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവാണ് അല്ലേ. ക്യാച്ചി ഒരു ക്യാപ്ഷൻ ഉണ്ട്, ക്ലീൻ വാട്ടർ സേവ്സ് ലൈഫ്. കുറച്ചേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് നോക്കൂ, പറയുന്ന കാര്യങ്ങൾ നോക്കൂ, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അത് താഴത്തെ ചിത്രമൊക്കെ നോക്കൂ, ആ ഭൂമിയുടെ മൂന്ന് ചിത്രങ്ങളെ തന്നിട്ടുള്ളൂ, പക്ഷേ നമുക്ക് കാര്യം ക്ലിയർ ആണ് അല്ലേ. സേവ് വാട്ടർ, ക്ലീൻ വാട്ടർ സേവ്സ് ലൈഫ്സ്. യെസ്, ദെൻ ചൂസ് വൺ ഫോർ അവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ മരം നടുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ദെൻ സ്റ്റാർട്ട് ഫ്രം നേച്ചർ, അപ്പോൾ നേച്ചറിൽ നിന്നും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ദെൻ യുവർ ഹാൻഡ്സ് ക്യാൻ ബി ഡേഞ്ചറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾ കഴുകുന്നതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. യെസ്, അപ്പം പോസ്റ്ററുകൾക്ക് എപ്പോഴും ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഉണ്ടായിരിക്കും, ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടായിരിക്കും, ബ്രീഫ് ആൻഡ് ടു ദ പോയിൻറ്റ്, വളരെ ചുരുക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക, അട്രാക്റ്റീവ് ടു ദ ഐ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണുകളെ ഉടക്കുന്ന ഒരു കാര്യമായിരിക്കും, ഗിവ് എ ഫൈൻ മെസ്സേജ്, നല്ലൊരു മെസ്സേജ് തരുന്നതായിരിക്കും. ദെൻ അടുത്തത് ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഹി ടോൾഡ് ഹർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ്. വാട്ട് ഡു യു തിങ്ക് were the actual words of the Chinaman? Complete the following. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് അതായത് നമ്മളിനി നോക്കാൻ പോകുന്നത്, യെസ് ദിസ് ഈസ് ആക്ച്വലി നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അതായത് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ പറയാറില്ലേ ഇപ്പം എന്താണ് പറയുക, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയൊരു ഗ്രാമാറ്റിക്കൽ ആക്ടിവിറ്റിയാണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. സോ ഐ വിൽ ടെൽ യു. ഓക്കെ, സോ ദീസ് ആർ ദി വാരിയസ് വർക്ക്സ്. ഐ തിങ്ക് ദിസ് ഈസ് ദി ആൻസർ യു ക്യാൻ റൈറ്റ്. പക്ഷേ അത് മനസ്സിലാക്കാതെ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് പറഞ്ഞുതരാം, എന്ത് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, താങ്ക് യു.